ഇത് ലോക്ക്ഡൗൺ കാലത്ത് ചെയ്തൊരു വർക്കാണിത്. ഇത് ഞങ്ങളുടെ ഇവിടെ തന്നെ ഇങ്ങനെ കടൽ കയറി ഇങ്ങനെ ഇത് തകർന്നൊരു വീടിൻ്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് അതേ മോഡലിൽ തന്നെ ചെയ്തൊരു വർക്കാണ്. കിടക്കുന്ന ജനൽ, അതേപോലെ ഇങ്ങനെ ബാക്ക് സൈഡിൽ ഇങ്ങനെ കടൽ കയറി തകർന്ന ഇങ്ങനെ ഓടൊക്കെ ഇങ്ങനെ പൊളിഞ്ഞിടക്കുന്നതായിട്ടും അതുപോലെ തന്നെ മണൽച്ചാക്കും കാര്യങ്ങളൊക്കെ ആയിട്ടൊക്കെ ഇങ്ങനെ കുറേ ഡീറ്റെയിലിങ് കാര്യങ്ങളൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. നമസ്കാരം, എൻ്റെ പേര് മെബീഷ്, ഞാൻ കണ്ണോലിക്കാരനാണ്. അപ്പോൾ ഞാനിവിടെ കുറച്ച് ആർട്ടും ക്രാഫ്റ്റൊക്കെ ആയിട്ടൊക്കെ കുറച്ച് വർക്കുകൾ, അതുപോലെ ഞാൻ മീനിയേച്ചർ അങ്ങനെയുള്ള വർക്കുകളൊക്കെ കൂടുതൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനതെൻ്റെ വീടിൻ്റെ മേലിലായിട്ട് ഞാനിപ്പോൾ ഒരു ഷോപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു ഷോപ്പിലാണ് ഇപ്പോൾ ഈ വർക്കുകളൊക്കെ എല്ലാം വെച്ചിരിക്കുന്നത്. അപ്പോൾ കൂടുതൽ കാര്യങ്ങളൊക്കെ എല്ലാം നമുക്കിപ്പോൾ ഈ വീഡിയോയിലൂടെ നമുക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാണാവുന്നതാണ്. ഈ വർക്കാണ് ഞാൻ ആദ്യമായിട്ട് ചെയ്തത്. ഇതൊരു 10-23 വർഷം പഴക്കമുള്ളൊരു വർക്കാണിത്. അപ്പോൾ ഇത് ചെയ്യുമ്പോഴെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള ഇത് സെയിൽ ചെയ്യാൻ പറ്റുമോ അങ്ങനെയുള്ള ചിന്തപ്പാടും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ആ ചെറുപ്പത്തിലത്തെ ആ ഒരു ഇത് വെച്ചങ്ങാണ്ട് ചെയ്തതാണിത്. ഇത് ഈർക്കിലും തീപ്പെട്ടിക്കൊള്ളിയും കൊണ്ടാണ് ഈ വർക്ക് ചെയ്തിരിക്കുന്നത്. അത് ഞാൻ ഓർത്തത് ഒരു 5 വർഷമൊക്കെ കഴിയുമ്പോൾ ഇത് കാലക്രമേണ നശിച്ചു പോകുന്നതാണ് ഓർത്തത്. പക്ഷേ ഇതൊരു 23 വർഷമായിട്ട് ഇപ്പോഴും ഒരു കേടുപാടും കൂടാണ്ടാണ് ഇപ്പോഴും ഇരിക്കുന്നത്. നല്ല രീതിയിലുള്ളൊരു വർക്കാണിത്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ കൂടുതൽ ഇപ്പം വുഡ് കൊണ്ടുള്ള സംഭവങ്ങളിലായിട്ട് നീങ്ങിയേക്കണത്. ഇപ്പോൾ ഹൗസ് ബോട്ട് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് പിന്നെ ചെയ്തേക്കണത്. ഇതിപ്പോൾ ഒരു വലിയ മോഡലാണ് ഹൗസ് ബോട്ടിൻ്റെ തന്നെ. അതേപോലെ പിന്നെ അതിൻ്റെ ചെറിയ മോഡൽ ഇതൊക്കെ കൂടുതലും വുഡനാണ്. പിന്നെ ഇത് മേള് പായല്ല, ഇത് വേറൊരു ക്ലോത്താണ്. ഇത് ആ രീതിയിലാക്കി എടുത്തേക്കണാണ്. എന്നിട്ട് ഈർക്കിലൊക്കെ ഒട്ടിച്ച് ആ ഹൗസ് ബോട്ടിൻ്റെ ആയിട്ടുള്ള ആ ഒരു മോഡലിൽ ചെയ്തെടുത്തേക്കണ ഒരു വർക്കാണിത്. അതേപോലെ ഈ ഷിപ്പ്, ഇതൊക്കെ അത്യാവശ്യം നല്ല ഈട് നിൽക്കുന്ന രീതിയിലുള്ളൊരു വർക്കുകളാണ് ഇതൊക്കെ, ഷിപ്പിൻ്റെ വർക്കൊക്കെ. പിന്നെ ഈ ഷിപ്പ് കഴിഞ്ഞാൽ വേറൊരു രീതിയിൽ ചെയ്തിരിക്കുന്നത് സിമ്പിളായിട്ടുള്ള വർക്കാണിത്. അങ്ങനെയുള്ള വർക്കാണ് പിന്നീട് ചെയ്തിരിക്കുന്നത്. ഇത് ലോക്ക്ഡൗൺ കാലത്ത് ചെയ്തൊരു വർക്കാണിത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഫോം ഷീറ്റല്ല, ഇത് ACP ഷീറ്റാണ്, അലൂമിനിയത്തിൻ്റെ ഷീറ്റാണിത്. അതുകൊണ്ട് തകിടൊക്കെ കൊണ്ടാണ് കൂടുതലും ചെയ്തേക്കണത്. അതുകൊണ്ട് നല്ല വെയിറ്റ് ഉണ്ട്, നല്ല വെയിറ്റുള്ള വർക്കാണിത്. ഇത് കൂടുതലും നമ്മുടെ വീട്ടിൽ ആ സമയത്ത്, അതായത് ലോക്ക്ഡൗണിൻ്റെ സമയത്ത് ഉണ്ടായിരുന്ന ആ വസ്തുക്കളൊക്കെ കൊണ്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഈ കൊടക്കമ്പി, അതുപോലെ തന്നെ ഇത് മൾട്ടിവുഡ്, ഫ്ലൈവുഡ്, അലൂമിനിയത്തിൻ്റെ തകിട്, അങ്ങനെയുള്ള സംഭവങ്ങളാണ് കൂടുതലും കൊണ്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഇത് സെയിൽസിന് വേണ്ടിയുള്ള വർക്കുകളല്ലാണ്ട് ചെയ്തിരിക്കുന്ന വർക്കുകളാണ് ഇതൊക്കെ കൂടുതലും. അപ്പോൾ അത് നമ്മളുടെ ആ ഒരു ഹാപ്പിനെസ്സിന് വേണ്ടി ചെയ്തേക്കുന്നതാണ്. അപ്പോൾ ഇതിൽ കൂടുതലും പ്രത്യേകിച്ച് പറയാനുള്ള സംഭവങ്ങളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ചെയ്തിരിക്കുന്ന ഡീറ്റെയിൽ ആയിട്ടുള്ള കുറേ വർക്കുകൾ, അതിൻ്റെ അകത്തുള്ള വർക്കുകൾ. ഇപ്പോൾ വായനശാലയിലാണെങ്കിൽ അതിൽ പണ്ട് കാലത്തെ വായനശാലയിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെയുള്ള സംഭവങ്ങൾ. പിന്നെ പഴയകാല ചായക്കട, ഈ മൂന്നാർ അങ്ങനെയുള്ള ഭാഗങ്ങളിലൊക്കെ ഇപ്പോഴും ഇതുപോലുള്ള ചായക്കടകളൊക്കെ കാണാനുണ്ട്. അപ്പം അങ്ങനെയുള്ള വർക്കുകളാണ് കൂടുതൽ ചെയ്തിരിക്കുന്നത്. പിന്നെ പള്ളിയിലെ വർക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഉള്ള പഴയകാല വർക്കാണ് ആ പള്ളിയിൽ ചെയ്തിരിക്കുന്നത്. അത് ഹാർമോണിയം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉള്ള ആ കാലഘട്ടത്തിലെ വർക്കാണ് കൂടുതലും പള്ളിയിലെ വർക്കായിട്ട് ചെയ്തിരിക്കുന്നത്. പഴയകാല പള്ളിയായിട്ടാണ് ചെയ്തേക്കുന്നത്. പച്ചക്കറി കട എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പഴക്കട, അത് കൂടുതൽ ഈ MCയിൽ അങ്ങനെയുള്ള സംഭവങ്ങൾ വെച്ചാണ് അതിൻ്റെ ഈ പഴങ്ങളും കാര്യങ്ങളൊക്കെ എല്ലാം ചെയ്തിരിക്കുന്നത് MCയിൽ കൊണ്ടാണ്. അതൊക്കെ എല്ലാം ചെറിയ വർക്കുകളാണ്, അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തെടുത്തേക്കണത്. ഇതിപ്പോൾ ഒരു ഓൾഡ് ലൈറ്റ് ഹൗസ് ചെയ്തതാണ്. ഇതിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ താഴെ ഭാഗം ഗ്ലാസ്സാണ്, ഗ്ലാസ്സിൽ ചെയ്തിരിക്കുന്ന ഒരു വർക്കാണ്. പിന്നെ ഇതിൻ്റെ മേലത്തെ വർക്കൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വുഡനാണ്, വുഡ് കൊണ്ട് ചെയ്തേക്കണതാണ് ഇതൊക്കെ. ഇത് ഞങ്ങളുടെ ഇവിടെ തന്നെ ഇങ്ങനെ കടൽ കയറി ഇങ്ങനെ ഇത് തകർന്നൊരു വീടിൻ്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് അതേ മോഡലിൽ തന്നെ ചെയ്തൊരു വർക്കാണ്. അപ്പോൾ അതേപോലെ തന്നെ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിരിക്കുന്നത് ഇങ്ങനെ ഈ വിട്ട് കിടക്കുന്ന ജനൽ, അതേപോലെ ഇങ്ങനെ ബാക്ക് സൈഡിൽ ഇങ്ങനെ കടൽ കയറി തകർന്ന ഇങ്ങനെ ഓടൊക്കെ ഇങ്ങനെ പൊളിഞ്ഞിടക്കുന്നതായിട്ടും അതുപോലെ തന്നെ മണൽച്ചാക്കും കാര്യങ്ങളൊക്കെ ആയിട്ടൊക്കെ ഇങ്ങനെ കുറേ ഡീറ്റെയിലിങ് കാര്യങ്ങളൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്തേക്കണത് ഇപ്പോൾ വാട്ടർ ഫൗണ്ടനാണ്. അതിപ്പോൾ ചെറിയൊരു മോട്ടർ വെച്ചാണ് ഇങ്ങനെ ചെയ്തേക്കണത്. അപ്പോൾ അതേപോലെ ഈ ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ടൊക്കെ ചെയ്തേക്കണത്. ഇത് കൂടുതലും സിമെൻറ്റിലാണ് നിർമ്മിച്ചേക്കണത്. പിന്നെ അധികം വെയിറ്റും കാര്യങ്ങളൊന്നും വരാണ്ടിരിക്കാൻ വേണ്ടി അതിൻ്റെ ഉള്ളിൽ ഫോം വെച്ചാണ് കറക്റ്റ് ചെയ്തേക്കണത്. അതേപോലെ ഇനി ഇതിൻ്റെ താഴെയുള്ള ഭാഗം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കളിമണ്ണാണത്, കളിമണ്ണിൽ ചെയ്തേക്കണ വർക്കാണിത്. ഇനിയിപ്പോൾ സെയിലിങ്ങിനായിട്ടുള്ള സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആർട്ട്പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. അത് കൂടുതലും ക്യാൻവാസ് ക്ലോത്തിൽ ചെയ്തിരിക്കുന്ന വർക്കുകളാണ്. അക്രലിക് പെയിൻറ്റിങ് ഉണ്ട്, പിന്നെ ഓയിൽ ക്യാൻവാസ് വർക്കുണ്ട്, പിന്നെ അതേപോലെ തന്നെ കോഫി ആർട്ടുണ്ട്, പിന്നെ പെൻ ഡോട്ട് വർക്ക്,
അങ്ങനെയുള്ള സംഭവങ്ങളാണ്. പിന്നെ ഇവിടുത്തെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വർക്കുകളെല്ലാം ഫ്രെയിമിംഗ് ഒക്കെ എല്ലാം ചെയ്യുന്നത് നമ്മൾ തന്നെയാണ്, അല്ലാണ്ട് പുറത്ത് കൊടുത്തല്ല ചെയ്യുന്നത്. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുറത്ത് അത്ര എക്സ്പെൻസീവ് ആവും. അപ്പം അങ്ങനെ വെച്ച് നോക്കാൻ നേരത്ത് നമുക്ക് വരുന്നവരോട് നമ്മൾ അതിനനുസരിച്ച് നമ്മൾ പൈസ ഈടാക്കേണ്ടി വരും. അപ്പോൾ അത് കാരണം അതൊക്കെ എല്ലാം നമ്മൾ തന്നെ ഇവിടെ ഫ്രെയിമിങ് കാര്യങ്ങളൊക്കെ എല്ലാം നമ്മൾ തന്നെ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് അതിനനുസരിച്ചുള്ള ഇത് മിതമായ റേറ്റിൽ നമുക്ക് മറ്റുള്ളവർക്ക് സെയിൽ ചെയ്യാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഇപ്പം നമ്മളിപ്പോൾ ചെയ്യുന്നത് ക്യാൻവാസ് ക്ലോത്ത് മാത്രം മേടിച്ചിട്ടും ഫ്രെയിമിങ്ങും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെയാണ് ഇതിൻ്റെ ചെയ്യണത്. ബാക്ക് സൈഡിൽ ഇതേപോലെ ഫ്ലൈവുഡ് അടിച്ചിട്ടും അതിൻ്റെ മേളിൽ ന്യൂസ് പേപ്പർ വെച്ചതിന് ശേഷമാണ് കറക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടുള്ള ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം ലാസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ക്യാൻവാസ് കൂടുതൽ ഇങ്ങനെ എല്ലായിടത്തും സ്ട്രെച്ചബിൾ ചെയ്താണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്ത് കഴിയാൻ നേരത്ത് കൂടുതൽ ഇങ്ങനെ ഗ്യാപ്പുകളും കാര്യങ്ങളും വരും, ഇങ്ങനെ സ്ട്രെച്ചിങ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇത് കംപ്ലൈൻ്റ് ആകാറുണ്ട്. അപ്പോൾ അത് വരാണ്ടിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ വർക്ക് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇത് സെപ്പറേറ്റ് വേറൊരു ഫ്രെയിമിങ് പോലെ ഇങ്ങനെ കൊടുത്തേക്കണാണ്, അതിൻ്റെ ആ ഒരു പിക്ചറിൻ്റെ ഭംഗിക്കും കൂടി വേണ്ടിയാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇത് പെൻഡോട്ട് വർക്കാണിത്, കൂടുതലും ഇത് അത്യാവശ്യം ഡീറ്റെയിൽ ആയിട്ട് ചെയ്തേക്കുന്ന വർക്കാണിത്. ഇത് കോഫി പൗഡർ ആർട്ടാണ്, കാപ്പിപ്പൊടിയിൽ ചെയ്തിരിക്കുന്നത്. മിക്സ് ചെയ്തേക്കുന്നതാണ് പെൻഡോട്ടും ഇത് കോഫി പൗഡർ ആർട്ടും കൂടി മിക്സ് ചെയ്ത് വരച്ചേക്കുന്ന ഒരു വർക്കാണിത്. ഇത് വേറൊരു ടൈപ്പ് വർക്കാണിത്, പ്രൊജക്ഷൻ വർക്കാണിത്. ഇത് കൂടുതലും പുട്ടി കൊണ്ടാണ് ചെയ്തിരിക്കുന്നത്, പുട്ടി കൊണ്ട് ചെയ്തിട്ടുള്ളൊരു വർക്കാണിത്. പിന്നെ ചെയ്യുന്ന വർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ചെയ്യുന്നത് നെറ്റിപ്പട്ടമാണ്. അത് പിന്നെ ഇത് വീടുകളിലും അതേപോലെ ഞാൻ റിസോർട്ടുകളിലൊക്കെ വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള നെറ്റിപ്പട്ടമാണ് ഇപ്പോൾ ചെയ്യുന്നത്. പിന്നെ അതിപ്പോൾ ഇതിൻ്റെ വലുതൊക്കെ ഇപ്പോൾ താഴെ ഇപ്പോൾ ചെയ്തിട്ടിരിക്കുന്നതാണ്, അതിൻ്റെ പണി ഇപ്പോൾ പൂർത്തിയായിട്ടില്ല, അത് നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അത് പിന്നീട് ഇപ്പം ചെയ്യുന്ന ഒരു വർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇത് നമ്മുടെ ഈ ചിരട്ടയിൽ ചെയ്യുന്ന വർക്കാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഇതിപ്പോൾ പോളിഷ് ചെയ്തിട്ടില്ല, ഇതിൻ്റെ ഫൈനൽ ടച്ച് കഴിഞ്ഞിട്ടില്ല. ഇതിൻ്റെ വേറെ ഉണ്ടായിരുന്ന സംഭവങ്ങളൊക്കെ എല്ലാം സെയിലായി പോയത്. ഇത് നമ്മുടെ ഈ ക്യാൻവാസിൻ്റെ ഇതും അതുകൂടാണ്ട് ഇത് ക്രാഫ്റ്റ് ഐറ്റംസ് അല്ലാണ്ട് ഇപ്പോൾ മിനിയേച്ചറിൻ്റെ ഇത് നമ്മൾ ഇത് പുറത്ത് പ്രൈസിനായിട്ട് കൊടുക്കുന്നില്ലെങ്കിലും ആരെങ്കിലും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് അത് അതിൻ്റേതായിട്ടുള്ള രീതി ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ വർക്കുകളും കാര്യങ്ങളൊക്കെ എല്ലാം. അപ്പോൾ എന്നെ കോൺടാക്ട് ചെയ്യേണ്ട നമ്പറൊക്കെ എല്ലാം ഇത് വീഡിയോയിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ എന്തായാലും ഓക്കെ, താങ്ക് യു.